ചെയ്തു എന്നേ ഉള്ളൂ. നിർമ്മാണത്തിലേക്ക് പറയുകയാണെങ്കിൽ എഴുത്തോല ചെയ്തു. ചേക്കേറാനൊരു ചില്ലയായിരുന്നു ആദ്യം നിർമ്മാണം ചെയ്തത്. ചേക്കേറാച്ചില്ലാണ് അതിന് മുമ്പ് ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഹലോ മൈ ഡിയർ റോങ് നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ചെയ്തു. മണിയമ്പിള്ള രാജു, ലാല്, പിന്നെ പ്രിയദർശൻ, ഞങ്ങളെല്ലാവരും കൂടി ചെയ്തൊരു സിനിമയാണ് ആനന്ദേട്ടനോട് കൂടി. ആ സിനിമ ആണ് ആദ്യം ചെയ്തത്. പിന്നെ അതിന് ശേഷം ഇത് ചെയ്തു, ചേക്കേറാച്ചില്ല ചെയ്തു. പിന്നെ തമിഴിൽ കാതലെന്നും നദിയില്ലേ എന്ന് പറയുന്നൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തു. പിന്നെ എഴുത്തോല. ആ ഒരു പ്രൊഡ്യൂസർ ആവണ്ടെന്ന് പിന്നീട് എപ്പോഴെങ്കിലും തീരുമാനിച്ചായിരുന്നു? മാത്രമല്ല നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും റിട്ടേൺ കിട്ടണമല്ലോ. ചേക്കേറാനൊരു ചില നല്ല ആർട്ടിസ്റ്റുകൾ ഒരുപാട് ഉണ്ടായിട്ടും സാറിൻ്റെ ഒരു പ്രതീക്ഷിച്ച അത്ര ഒരു വിജയം അതിലേക്ക് വന്നില്ലല്ലോ. പടം വിജയിച്ചു. അത് പ്രത്യേകിച്ച് BNC സെൻറ്റേഴ്സിലാണ് അത് ഭയങ്കരമായിട്ട് വിജയിച്ചത്. എനിക്കതിൽ നഷ്ടം വന്നിട്ടില്ല. ആ സിനിമയിൽ അത് ബ്രേക്ക് ഈവനായിട്ട് പോയി, ചെറിയ ലാഭവും കിട്ടി. പക്ഷെ ഞാൻ സിനിമ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണച്ചിട്ടൊന്നല്ല. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ച് വരുമ്പോൾ എഴുത്തോല നല്ലൊരു സ്റ്റോറി ആയിരുന്നു. അപ്പോൾ അത് വിജയിക്കുകയോ ഇല്ലയോ, നമുക്ക് കുറേ അവാർഡ്സൊക്കെ കിട്ടുന്നറിയാം. അപ്പം അങ്ങനെയാണ് നമ്മൾ നല്ലൊരു സിനിമയായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എടുത്തതാണത്. ആഗ്രഹമുണ്ട് പ്രൊഡക്ഷൻ ചെയ്യണമെന്ന്, നല്ല സിനിമകൾ വന്ന്. പക്ഷെ എല്ലാത്തിനും ഒരു റിസ്ക് ഫാക്ടർ ഉണ്ടല്ലോ. സിനിമ എന്ന് പറയുമ്പോൾ ഏത് സിനിമ എടുത്താൽ ഏതാ വിജയിക്കുക ഏതാ വിജയിക്കാതിരിക്കുക നമുക്കറിയാം. പറയാൻ പറ്റില്ല ഇപ്പോൾ. പ്രത്യേകിച്ച് റിസ്ക് ഫാക്ടർ ഭയങ്കരമായിട്ടുണ്ട്.